ഓക്കേ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു കിടിലൻ ഐഡിയ ഉണ്ട്, പക്ഷേ അത് മറ്റുള്ളവരെ കൊണ്ട് കേൾപ്പിക്കാനാണ് പാട്, അല്ലേ? വിഷമിക്കേണ്ട, ഇന്ന് നമ്മൾ ആ രഹസ്യം പൊളിക്കും. ഏതൊരു പിച്ചും വിജയിപ്പിക്കാനുള്ള 5 സീക്രറ്റുകൾ നമുക്ക് നോക്കാം. ആ ഒരു ഫീലിംഗ് നിങ്ങൾക്കറിയാവോ? നിങ്ങളുടെ കയ്യിൽ ഒരു ഗംഭീരൻ ഐഡിയ ഉണ്ട്, നിങ്ങളാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡുമാണ്. പക്ഷെ അത് മറ്റൊരാളോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് ഒരു ഭാവവുമില്ല. ശരിക്കും ഫ്രസ്ട്രേറ്റിംഗ് ആണല്ലേ? എന്നാൽ സത്യം പറഞ്ഞാൽ പ്രശ്നം നിങ്ങളുടെ ഐഡിയയുടേതല്ല, നിങ്ങളത് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതിലാണ്. കൂടുതൽ ലോജിക്ക് പറയുന്നതല്ല ഇതിന്റെ പരിഹാരം, മറിച്ച് വേറെ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാണ് നമ്മളിൽ മിക്കവാറും എല്ലാവരും വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ്. നമ്മൾ വിചാരിക്കും ആൾക്കാരുടെ ലോജിക്കലായി ചിന്തിക്കുന്ന ബ്രെയിനിനെയാണ് കാര്യങ്ങൾ പറഞ്ഞും മനസ്സിലാക്കേണ്ടതെന്ന്, ഡേറ്റയും കണക്കുകളുമൊക്കെ വെച്ച്. പക്ഷേ സത്യത്തിൽ അവസാന തീരുമാനമെടുക്കുന്നത് അതല്ല. യഥാർത്ഥ തീരുമാനമെടുക്കുന്നത് നമ്മുടെ തലച്ചോറിലെ വളരെ പഴയ ഒരു പ്രാകൃതമായ ഭാഗമാണ്, സർവൈവൽ ബ്രെയിൻ. അപ്പോ ആ യഥാർത്ഥ ബോസിനോട് എങ്ങനെ സംസാരിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ലോജിക് മാത്രം പോരാത്തതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പിന്നെ നമ്മൾ നേരെ സർവൈവൽ ബ്രെയിനിലേക്ക് കടക്കും, നമ്മുടെ ആ ഗേറ്റ് കീപ്പർ. അതിനുശേഷം ഒരു സംഭാഷണത്തിന്റെ ഫ്രെയിം എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. അടുത്തതായി ഒരു സെയിൽസ്മാൻ ആകുന്നതിന് പകരം എങ്ങനെ ഒരു പ്രൈസ് ആകാമെന്ന് പഠിക്കും. പിന്നെ ആ രഹസ്യ ചേരുവ എങ്ങനെ ടെൻഷൻ ഉണ്ടാക്കാം. അവസാനം ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായൊരു വഴിയും പറഞ്ഞുതരാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. എന്തുകൊണ്ടാണ് ഏറ്റവും മികച്ച ആശയങ്ങൾ പോലും ചിലപ്പോൾ ക്ലച്ച് പിടിക്കാതെ പോകുന്നതെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ തലച്ചോറിൽ 2 തരം ജോലിക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് തിങ്കിംഗ് ബ്രെയിൻ. ഇത് കുറച്ചു പതിയെയാണ്, വളരെ ശ്രദ്ധയോടെ ഡീറ്റെയിൽസും ലോജിക്കുമൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യും, ഒരു അക്കൗണ്ടന്റിനെ പോലെ. പിന്നെ രണ്ടാമതൊരാളുണ്ട് ക്രോക്ക് ബ്രെയിൻ, അതായത് സർവൈവൽ ബ്രെയിൻ. ഇത് ഭയങ്കര ഫാസ്റ്റാണ്, ഇമോഷൻസ്, ഇൻസ്റ്റിങ്ക്റ്റ്, സിമ്പിൾ കാര്യങ്ങൾ. അതാണ് ഇതിന്റെ ലൈൻ. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ അയക്കുന്ന ഏതൊരു മെസ്സേജും, നിങ്ങൾ പറയുന്ന ഏതൊരു ഐഡിയയും ആദ്യം ചെല്ലുന്നത് ഈ ക്രോക്ക് ബ്രെയിനിലേക്കാണ്. അപ്പോ ഇതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? സിമ്പിളാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ആദ്യം ഈ ക്രോക്ക് ബ്രെയിനെ കടന്നുപോകണം. നിങ്ങളുടെ പിച്ചിന്റെ ഒരു ബൗൺസറാണ് ഈ ക്രോക്ക് ബ്രെയിൻ എന്ന് വിചാരിച്ചാൽ മതി. അതെ, ഒരു എക്സ്ക്ലൂസീവ് ക്ലബിന്റെ ഗേറ്റിൽ നിൽക്കുന്ന ഒരു ബൗൺസറെ പോലെ തന്നെ. ഏത് വിവരത്തെ അകത്തേക്ക് കടത്തിവിടണം, ഏതിനെ അവഗണിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇയാളാണ്. ഭയങ്കര സെലക്റ്റീവുമാണ്. ചില കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ ഒരു മെസ്സേജിനെ നമ്മുടെ തിങ്കിംഗ് ബ്രെയിനിലേക്ക് കടത്തിവിടുകയുള്ളൂ. അപ്പോ ഈ ബൗൺസറെ കടന്ന് അകത്തേക്ക് പോകാൻ എന്തു വേണം? 3 സിമ്പിൾ ചോദ്യങ്ങളാണ് ഈ ബൗൺസർ ചോദിക്കുന്നത്. ഇത് പുതിയതും എക്സൈറ്റിംഗും ആണോ? ഇതൊരു പക്ഷേ എനിക്കൊരു അപകടമാണോ? അല്ലെങ്കിൽ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണോ? നിങ്ങളുടെ പിച്ച് മുഴുവൻ ബോറടിപ്പിക്കുന്ന കുറെ കണക്കുകളാണെങ്കിൽ രക്ഷയില്ല, ബൗൺസർക്കൊരു താല്പര്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ഐഡിയയെ അത് സിമ്പിളായി അവഗണിക്കും. അതുകൊണ്ട് അകത്ത് കടക്കണമെങ്കിൽ നിങ്ങളുടെ ആശയം ലളിതവും ആവേശകരവും ഒരുപക്ഷെ ആളുകളെ ഒന്ന് ഞെട്ടിക്കുന്നതുമായിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ബൗൺസറെ കടന്ന് അകത്തെത്തി, അവരുടെ ശ്രദ്ധ കിട്ടി. ഇനി എന്തു ചെയ്യും? ഇനി ആ സംഭാഷണത്തിന്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാക്കണം. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫ്രെയിംസ്. അപ്പോ എന്താണ് ഈ ഫ്രെയിം? സിമ്പിളായി പറഞ്ഞാൽ ഒരു സാഹചര്യത്തെ നമ്മൾ കാണുന്ന രീതി, നമ്മുടെ കാഴ്ചപ്പാട്. 2 പേർ സംസാരിക്കുമ്പോൾ അതൊരു വെറും സംഭാഷണമല്ല നടക്കുന്നത്, അവിടെ 2 ഫ്രെയിമുകൾ തമ്മിലൊരു കൂട്ടിയിടിയാണ്. ഇവിടത്തെ നിയമം ഇതാണ്: ഫ്രെയിമുകൾ ഒരിക്കലും ഒന്നിച്ചു ചേരില്ല, ഏതെങ്കിലും ഒന്ന് ജയിക്കും. എപ്പോഴും ശക്തമായ ഫ്രെയിം ദുർബലമായ ഫ്രെയിമിനെ കീഴടക്കും. നിങ്ങളൊരു ഡോക്ടറോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ തനിയെ ഒരു രോഗിയുടെ ഫ്രെയിമിലേക്ക് മാറില്ലേ? കാരണം ഡോക്ടറുടെ ഫ്രെയിം അവിടെ കൂടുതൽ ശക്തമാണ്. ഈയൊരു വാചകം ഇത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങളുടെ അധികാരം നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ശക്തമായ ഫ്രെയിം നിങ്ങളുടെ കയ്യിലല്ല. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു പോലീസ് ഓഫീസർക്ക് തനിക്ക് അധികാരമുണ്ടെന്ന് വിശദീകരിക്കേണ്ടി വരാറുണ്ടോ? ഇല്ല. ഒരു ശക്തമായ ഫ്രെയിം നമുക്ക് ഫീൽ ചെയ്യും, അല്ലാതെ അത് വിശദീകരിച്ചു തരേണ്ടി വരില്ല. ഇതൊരു ക്ലാസിക് ഉദാഹരണമാണ്. ഒരാൾ ഹേയ് എനിക്ക് 15 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ് ടൈം ഫ്രെയിം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അവരുടെ സമയമാണ് കൂടുതൽ വിലപ്പെട്ടതെന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഓ ശരി, ഞാൻ വേഗം പറയാം എന്ന് പറയുന്നത് ഒരു ദുർബലമായ മറുപടിയാണ്. എന്നാൽ ഒരു ശക്തമായ ഫ്രെയിമുള്ളയാൾ എന്തു പറയും? ഗ്രേറ്റ്, എനിക്കാണെങ്കിൽ 10 മിനിറ്റേ ഉള്ളൂ. കഴിഞ്ഞു. നിങ്ങൾ ആ നിമിഷം സംഭാഷണത്തിന്റെ കൺട്രോൾ ഏറ്റെടുത്തു. നിങ്ങളുടെ സമയമാണ് കൂടുതൽ വിലപ്പെട്ടതെന്ന് പറയാതെ പറയുകയാണിവിടെ. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ശക്തമായ ഫ്രെയിമിനെക്കുറിച്ച് സംസാരിക്കാം. ഇതിനെ പ്രൈസ് ഫ്രെയിം എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ചിന്താരീതിയെ തന്നെ മൊത്തത്തിൽ മാറ്റുന്ന ഒന്നാണ്.
ഇത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മളെല്ലാം എന്തെങ്കിലും ഒന്ന് ചേസ് ചെയ്യാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടവരാണ്. നമുക്ക് എളുപ്പത്തിൽ കിട്ടാത്ത കാര്യങ്ങളോടാണ് കൂടുതൽ ആഗ്രഹം. ഒന്നാലോചിച്ച് നോക്കൂ, വളരെ എളുപ്പത്തിൽ കയ്യിൽ കിട്ടുന്ന ഒന്നിന് നമ്മൾ അത്ര വില കൊടുക്കില്ല. അപ്പോ ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കും? നിങ്ങൾ ആ കളിയൊന്ന് തിരിക്കണം. നിങ്ങൾ അവരെ നേടാൻ ശ്രമിക്കുന്നതിന് പകരം അവർ നിങ്ങളെ നേടാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയുണ്ടാക്കുക. നിങ്ങളൊരു ആവശ്യക്കാരനായ സെയിൽസ്മാൻ അല്ല, നിങ്ങളാണ് ആ പ്രൈസ്. ഈ വാചകം എല്ലാം പറയുന്നുണ്ട്. ആളുകൾക്ക് എപ്പോഴും കിട്ടാത്തതിനോടാണ് ആഗ്രഹം. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് പിന്നോട്ടു മാറുക. ഈ ഒരു ചെറിയ മാറ്റം കളിയെ മൊത്തത്തിൽ മാറ്റും. നിങ്ങളാണ് ആ പ്രൈസ് എന്നും നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ അവർ യോഗ്യരാണോ എന്ന് തെളിയിക്കണമെന്നും വരുമ്പോൾ അത് വലിയ ആകാംക്ഷയും ആഗ്രഹവും ഉണ്ടാക്കും. നിങ്ങളൊരു ആവശ്യക്കാരനല്ല എന്ന് വരുമ്പോൾ, നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ടെന്ന് അവർക്ക് തോന്നുമ്പോൾ, പെട്ടെന്ന് എല്ലാവർക്കും വേണ്ട ഡീൽ നിങ്ങളുടേതായി മാറും. ശരി, പക്ഷെ ഒരു നല്ല പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും കൂളായി ഇരിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല. അതിന് കുറച്ച് ഡ്രാമ വേണം, അതിന് ടെൻഷൻ വേണം. കാരണം ടെൻഷനില്ലെങ്കിൽ നമ്മുടെ ക്രോക്ക് ബ്രെയിനിന് ബോറടിക്കും, അത് ശ്രദ്ധ മാറ്റും. എന്തുകൊണ്ടാണെന്നല്ലേ? കാരണം ടെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ചില ഭവിഷ്യത്തുകളുണ്ട് എന്നാണ്. അതിനർത്ഥം ആ വിഷയം പ്രധാനപ്പെട്ടതാണെന്നാണ്. ഒരു റിസ്ക്കുമില്ലെങ്കിലോ ഒന്നും നേടാനോ നഷ്ടപ്പെടാനോ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആരെങ്കിലും അത് ശ്രദ്ധിക്കുന്നത്? നമ്മുടെ ക്രോക്ക് ബ്രെയിൻ ഉറപ്പായും ശ്രദ്ധിക്കില്ല. ഈ ടെൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി വഴിയാണ് പുഷ് പുൾ ടെക്നിക്. നിങ്ങൾ ആദ്യം അവരെ താൽപര്യത്തോടെ അടുത്തേക്ക് ആകർഷിക്കുന്നു, പിന്നെ പതിയെ ഒന്ന് പിന്നോട്ട് തള്ളുന്നു. ഉദാഹരണത്തിന് ഇങ്ങനെ പറയുന്നത് പോലെ, നിങ്ങൾ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയവരാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആ ഒരു ചെറിയ സംശയം, ആ ഒരു പുഷ്, അതൊരു വിടവുണ്ടാക്കും. ആ വിടവ് നികത്താൻ ശ്രമിക്കുന്നത് മനുഷ്യസഹജമാണ്. അത് അവരെ നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും. ഓക്കെ, ഇതൊക്കെ തിയറിയായി കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? പക്ഷെ ഒരു മോശക്കാരനായി തോന്നാതെ ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പേടിക്കണ്ട, വളരെ സിമ്പിളായ ഒരു റിസ്ക്കുമില്ലാത്തൊരു വഴിയുണ്ട് തുടങ്ങാൻ. ഒരു സുഹൃത്തിനെ വിളിക്കുക, എന്നിട്ട് വളരെ തമാശ നിറഞ്ഞ ഒരു കാര്യവുമില്ലാത്തൊരു വിഷയം എടുക്കുക. പൂച്ചയാണോ പട്ടിയാണോ ബെസ്റ്റ് എന്നതുപോലെയൊന്ന്. എന്നിട്ട് ഒരു രസത്തിന് ഒരു ഫ്രെയിം കൊലീഷൻ ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഒരു പക്ഷെ ഒരു ടൈം ഫ്രെയിം വെച്ച് തുടങ്ങാം. ശരി, എന്നെ കൺവിൻസ് ചെയ്യാൻ നിനക്ക് 1 മിനിറ്റ് സമയമുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു തമാശയായി കാണുക, ലൈറ്റായി എടുക്കുക എന്നതാണ്. ഓർക്കുക, ഇതൊരു ഗെയിം മാത്രമാണ്. ഇനിയൊരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാണ്, തമാശയും സൗഹൃദപരമായ സമീപനവും നിർബന്ധമാണ്. അത് ഇല്ലെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസമുള്ള ഒരാളായിട്ടല്ല, ഒരു അഹങ്കാരിയായിട്ടേ തോന്നുകയുള്ളൂ. നമ്മുടെ ലക്ഷ്യം തമാശയായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ്, അല്ലാതെ ആളുകളെ ഭരിക്കാനല്ല. ഒരു സംഭാഷണത്തെ രസകരമായി നിയന്ത്രിക്കാൻ പഠിക്കുക, അതാണ് കാര്യം. അപ്പോ ഇത്രയുള്ളൂ കാര്യം. ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള രഹസ്യങ്ങൾ. ആളുകളെ സ്വാധീനിക്കുക എന്നത് ജന്മനാ കിട്ടുന്നൊരു കഴിവൊന്നുമല്ല, അതൊരു സ്കില്ലാണ്. നിങ്ങൾക്കിന്ന് ഇപ്പോ തന്നെ പഠിച്ചു തുടങ്ങാൻ കഴിയുന്നൊരു സ്കിൽ. അപ്പോ ഇനി ഒരൊറ്റ ചോദ്യമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ആദ്യം അവതരിപ്പിക്കാൻ പോകുന്ന ആശയം എന്തായിരിക്കും?